ഞാനിപ്പോൾ ഉള്ളത് ചെല്ലാനത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന കക്കിറച്ചിയില്ലേ, അത് ഈ കക്കയിൽ നിന്ന് എങ്ങനെ വേർതിരിച്ച് അത് ഇറച്ചിയാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കക്ക. ഇതെന്താ, എന്താ ഇത് എങ്ങനെ പുഴുങ്ങാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ കാണുന്ന കായൽ കണ്ട, ആ കായലിൽ നിന്നാണ് വരണത്. ഈ വള്ളത്തെ വാരിയാണ് കൊണ്ടുവരുന്നത്. ഇതെൻ്റെ വല്യമ്മച്ചിയാണ്. വളരെ പ്രയാസപ്പെട്ടാണ് ഇത് കായലിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയും ഇത് പുഴുങ്ങിയെടുത്ത് ഇറച്ചിയാക്കി മാറ്റുന്നത്. പുഴുങ്ങാനായിട്ട് തീ കത്തിച്ച് തുടങ്ങി. ഇത് പുഴുങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൽ സ്വല്പം വെള്ളം ഒഴിക്കും. ഇത് വെച്ച് മൂടി ഇതങ്ങോട്ട് കത്തിക്കട്ടെ. കിളിങ്ങനം എന്ന് പറഞ്ഞ സാധനം. ഈ കിളിങ്ങം വെച്ചിട്ടാണ് നമ്മൾ കിളിക്ക് ഇറയെടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കിളിക്കുമ്പോഴത്തേനും ഇത്തിരി വേറെ വരും, ഇറച്ചി ഉണ്ടാക്കും വരും. എന്താ തീരാവില്ല. വായിങ്ങാൽ ചൊറിയാൻ വീട് ഉണ്ടായില്ല. ഈ പണികൾ തുടങ്ങിയിട്ട്
ബുദ്ധിമുട്ടുള്ള പണിയാണിത്. ഒരാളെ കൊണ്ടൊന്നും സാധിക്കാത്ത പണിയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യണതാണ്. ഞങ്ങളുടെ തൊഴിലിതാണ്. കഷ്ടപ്പാടുള്ള പണിയാണ് ഇത്. വെള്ളത്തിൽ നിന്ന് വാരി മുങ്ങിയെടുക്കണം. വെള്ളത്തിൽ നിന്ന് വാരി പിന്നെ കൊണ്ടുവന്ന് വഞ്ചിയിൽ നിന്ന് കൊണ്ടുവന്ന് വാരി ചരുവത്തിയിട്ട് കിഴിച്ച് കഴുകിയൊക്കെ വരുമ്പോൾ ഒരു ഇതാവും. ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണിത്. പിന്നെ ഇതിന് ഒരു ആൾ സഹായി വേണം, ഇല്ലാതെ പറ്റില്ല. ഒരാളെ കൊണ്ടൊന്നും പറ്റാത്ത പണിയാണിത്. കൂട്ടുകാരെ, നമ്മുടെ ഈ കക്ക നമ്മളിപ്പോൾ പുഴുങ്ങിയത് കാണിച്ചില്ലേ, ഇനി ഇതത് തോടായിട്ട് നമ്മളിങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇത് വേറെ ആൾക്കാർ വന്ന് വില പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോവുകയാണ്. അവർ കൊണ്ടുപോയിട്ട് ഇത് പിന്നെ കുമ്മായത്തിനും മറ്റേ ചുണ്ണാമ്പിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചെന്നാണ് പറയണത്. ഇങ്ങനെ ഒരുപാടുണ്ടാവും. ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഒരുപാട് കൂട്ടി ഇങ്ങനെ ഇടും. അല്ല, ഈ പുഴയിൽ നിന്നാണ് കക്ക എടുക്കുന്നത്.